ഒരു റിലേഷൻഷിപ്പിനിടയിലെ ബോണ്ടിങ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് രണ്ടുപേരുടെയും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളിയെ ട്രിഗറാക്കുന്ന ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും അതിലൂടെ കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പങ്കാളി വേദനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അപ്പോളജൈസ് ചെയ്യാൻ മടിക്കാതിരിക്കുക. ഇനീഷ്യേറ്റ് അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും മറുവ്യക്തിയുടെ നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു പങ്കാളി എന്നുള്ള നിലയിൽ അവരിൽ എന്തെല്ലാം പോസിറ്റീവ്സ് ഉണ്ടെന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ പരസ്പരമുള്ള ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുക. അതായത് എനിക്കിങ്ങനെ സ്നേഹിക്കാൻ അറിയൂ എന്നതല്ല, ഞാൻ എങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കപ്പെട്ടതായി എൻ്റെ പങ്കാളിക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു പങ്കാളികൾക്കിടയിൽ ഒരു പ്രധാന ഘടകമാണ്, സ്നേഹിക്കപ്പെട്ടു എന്ന ഫീല്. അതുപോലെ മൊബൈൽ ഫോൺ മിക്ക ദമ്പതികൾക്കിടയിലും ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. ദിവസവും കുറച്ച് നേരമെങ്കിലും ആ മൊബൈൽ ഫോണൊന്ന് മാറ്റിവെച്ച് തൻ്റെ പങ്കാളിയെ ജഡ്ജ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ ആക്റ്റീവായിട്ടൊന്ന് ലിസൺ ചെയ്യുക.